വിൽമ റുഡോൾഫിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അമേരിക്കക്കാരിയായിട്ടുള്ള വിൽമ റുഡോൾഫ്, കറുത്ത മാൻപേട എന്നറിയപ്പെട്ട വിൽമ റുഡോൾഫ്, കറുത്ത മുത്ത് എന്നറിയപ്പെട്ട വിൽമ റുഡോൾഫ്, കൊടുങ്കാറ്റ് എന്ന മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ച വിൽമ റുഡോൾഫ് കേട്ടിട്ടുണ്ടാവും. വിൽമ റുഡോൾഫിനെ പറ്റിയിട്ട് വിൽമ റുഡോൾഫ് എന്ന് പറയുന്നത് 1956 1960കളിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലും വെങ്കലവും ഒക്കെ വാരിക്കൂട്ടിയ ഒരു ഉജ്ജ്വലയായിട്ടുള്ള വനിതയായിരുന്നു. എന്താണ് അവരുടെ ചരിത്രം എന്നുള്ളതല്ലേ, എന്താണ് അവരുടെ പ്രാധാന്യം എന്നുള്ളതല്ലേ. ഏതാണ്ട് എഡ് ബ്ലാക്ക് ദമ്പതികളുടെ 22 മക്കളിൽ 20ാമതായി ജനിക്കുന്ന ആളാണ് വിൽമ റുഡോൾഫ്. ജനിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കുട്ടി ഒരിക്കലും നടക്കില്ല, കാലിന് പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് എല്ലാവരും, മെഡിക്കൽ ലോകം തന്നെ വിധി എഴുതിയൊരു കുട്ടിയായിരുന്നു വിൽമ റുഡോൾഫ്. പക്ഷെ അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയായി മാറണമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അവളുടെ വീട്ടുകാരിയുടെയൊക്കെ സഹായത്തോടെ എഡ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു പരിശീലകൻ കൂടി അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഏതാണ്ട് 11 വയസ്സുവരെ ഊന്നുവടിയുടെയൊക്കെ സഹായത്തിലാണ് ഇവള് നടക്കുന്നത്. പിന്നീട് പതിയെ ഇവള് ഓട്ടം പരിശീലിക്കാൻ വേണ്ടി തുടങ്ങുക. എഡ് ടെമ്പിളാണ് ഈ പറയുന്ന വിൽമ റുഡോൾഫിനെ പരിശീലിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നടക്കില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ വിൽമ റുഡോൾഫ് പതിയെ പതിയെ ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കാൻ വേണ്ടി തുടങ്ങി. പതിയെ അത് വെച്ച് ഓടാൻ തുടങ്ങി. പിന്നെ ഊന്നുവടി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ 1956 അമേരിക്കയ്ക്ക് വേണ്ടി 100 മീറ്റർ റിലേയിൽ വെങ്കലം നേടിയ ആ പെൺകുട്ടിയുടെ പേര് വിൽമ റുഡോൾഫ് എന്നായിരുന്നു. അവിടെ അവസാനിക്കുന്നില്ല കഥ. 1960 3 ഇനത്തിലാണ് വിൽമ റുഡോൾഫ് സ്വർണം നേടിയത് ഒളിമ്പിക്സിൽ. അതിലൊന്ന് 100 മീറ്റർ ഓട്ടം, മറ്റൊന്ന് 200 മീറ്റർ ഓട്ടം, മറ്റൊന്ന് 100 മീറ്റർ റിലേ. ഇതിലൊക്കെ സ്വർണം നേടിക്കൊണ്ടാണ് ഇവള് കൊടുങ്കാറ്റ് എന്ന് ലോകത്തെ കൊണ്ട് വിളിപ്പിച്ചത്. കറുത്ത മുത്ത് എന്ന് ലോകത്തിൻ്റെ മാധ്യമങ്ങളുടെയൊക്കെ വിശേഷണം തേടി വന്നത് ഈ പറയുന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ്. നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ചെറിയ വർത്തമാനം. നമസ്കാരം, വിനോജ് മാഷ് VC ടോക്സിൻ്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച 4 വാചകങ്ങളെ പറ്റിയാണ്. ഈ 4 വാചകങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും, പരീക്ഷാക്കാലത്ത് കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് മാത്രമല്ല, ജീവിതത്തിൽ എല്ലാവർക്കും ഗുണകരമാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച 4 വാക്കുകളാണ്, 4 വാചകങ്ങളാണ് പ്രിയപ്പെട്ടവർക്കായി ഇന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ്. എബ്രഹാം ലിങ്കനെ പറ്റി നമുക്കറിയാം അല്ലേ. ജീവിതത്തിൽ ഒരുപാട് കയ്പുനീര് അനുഭവിച്ച, ഒരുപാട് പരാജയങ്ങളൊക്കെ നേരിട്ട് പിന്നീട് വിജയത്തിലേക്ക് വന്ന് അങ്ങനെ അമേരിക്കയുടെയൊക്കെ പ്രസിഡൻ്റായി മാറിയിട്ടുള്ള എബ്രഹാം ലിങ്കനെ പറ്റി നമുക്കറിയാം. ആ എബ്രഹാം ലിങ്കൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ വാചകം, എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വാചകം, അദ്ദേഹം പറയുന്നുണ്ട്, ദി ബെസ്റ്റ് വേ ടു പ്രഡിക്റ്റ് യുവർ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഭാവി ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്, അല്ലേ, നമ്മുടെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊന്നുമല്ല ശരി. നമ്മളുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, നമ്മൾ നിർമ്മിക്കുക എന്നുള്ളതാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞു വയ്ക്കുന്ന ഒന്നാമത്തെ മനോഹരമായ വാക്കെന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റീഫൻ ആർ കോവേ, നമ്മൾ കേട്ടിട്ടുണ്ട് 7th ഹാബിറ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ ഉള്ള പുസ്തകം, അല്ലേ, ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകം എന്ന വിശേഷണമൊക്കെ നേടിയതാണ് 7th ഹാബിറ്റ് ഓഫ്, പിന്നീട് അതിൻ്റെ 8th ഹാബിറ്റ് ഒക്കെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റീഫൻ ആർ കോവേ അദ്ദേഹം പറയുന്നുണ്ട്, ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്, ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ്. നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ മനസ്സിൽ കണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ എവിടേക്കാണോ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നത്
നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതാ സ്റ്റീഫൻ ആർ കോവെ പറഞ്ഞത്, ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ്. നമ്മളുടെ ഒരു യാത്രയിൽ ഏതാണോ നമ്മുടെ ലക്ഷ്യസ്ഥാനം അത് നമ്മുടെ ഉള്ളിൽ ആദ്യം തന്നെ ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിലും +2 പഠിക്കുമ്പോഴാണെങ്കിലും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ എൻഡ് പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, യാത്ര ആരംഭിക്കാൻ എന്ന് സ്റ്റീഫൻ ആർ കോവെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീൽ ഡൊണാൾഡ് വാഷിന്റെ മനോഹരമായ മറ്റൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെയും ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാൻ എപ്പോഴും ഇഷ്ടം അല്ലേ? കംഫർട്ട് സോൺ വിട്ടിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോവുക അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഏറ്റെടുക്കുക ഭയങ്കര പ്രയാസമാണ്. ഉറക്കത്തിൽ പോലും നമുക്കറിയാം, നമ്മുടെ റൂം വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് ഉറക്കം വരില്ല അല്ലേ? നമുക്ക് കാലത്തൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിളായി കിടന്നുറങ്ങാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, സുഖകരമാണ്, ഭയങ്കര കംഫർട്ടബിളാണ് നമ്മൾ അല്ലേ? എല്ലാ ആഘോഷങ്ങളും നമുക്ക് രസകരമായിട്ട് ആഘോഷിക്കാം. അതൊക്കെ നമുക്ക് അത്രയും കംഫർട്ട് തരുന്നതാണ്. ബ്രെയിൻ പോലും അതാണ് പറയുന്നത്. ബ്രെയിനും ഏറ്റവും സന്തോഷകരം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, നീൽ ഡൊണാൾഡ് വാഷ് പറയുന്നത്, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോൺ ഇല്ലാതാകുന്നതോടുകൂടിയാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഏറ്റവും സുരക്ഷിതമായ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോകുന്നൊരു സ്വഭാവം നമ്മൾ പതിയെ മാറ്റണം. നേരത്തെ പറഞ്ഞതുപോലെ കാലത്ത് നന്നായി ഉറങ്ങാം, അത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബന്ധുക്കളുടെയും മറ്റു ആളുകളുടെയൊക്കെ വിശേഷ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സമയം ഒരുപാട് നമുക്ക് ചെലവഴിക്കാം, രസകരമായ കാര്യങ്ങളാണ്. എന്നാൽ കൂടുതൽ സമയം നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. സോ നമ്മുടെ കംഫർട്ടബിലിറ്റിയിൽ നമ്മൾ പുറത്ത് കിടക്കണം എന്നാണ് നീൽ ഡൊണാൾഡ് വാഷ് പറഞ്ഞു വെക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച 3ാമത്തെ വരികൾ എന്ന് പറയുന്നത്. 4ാമത്തേത് എന്ന് പറയുന്നത് ഹാർഡ് വർക്കും ടാലൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ? അദ്ദേഹം ഇവിടെ ഇത് പറഞ്ഞു വെച്ച ആൾ പറയുന്നത് ടിം നോട്ട്കെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ബാസ്കറ്റ്ബോൾ കോച്ചായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് നല്ല ഹാർഡ് വർക്കുള്ള ഒരാളും ടാലൻ്റ് ഉള്ള ഒരാളും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആമയുടെയും മൊയലിൻ്റെയൊക്കെ കഥ കേട്ടിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം പറയുന്നത് ഹാർഡ് വർക്ക് ബീറ്റ്സ് ദി ടാലൻറ്റ് ഇഫ് ദി ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. ടാലൻ്റ് ഉള്ള ഒരാൾ വർക്ക് ചെയ്യാതിരുന്നാൽ, ടാലൻ്റ് ഇല്ലാത്ത ആൾ ഹാർഡ് വർക്ക് ഉപയോഗിച്ച് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ദാറ്റ് ഹാർഡ് വർക്ക് ബീറ്റ്സ് ദി ടാലൻറ്റ് എന്നാണ് പറയുന്നത്. ആ ഹാർഡ് വർക്ക് ടാലൻറ്റിനെ ബീറ്റ് ചെയ്യും. അങ്ങനെയാണ് മുയലിനെ തോൽപ്പിച്ചുകൊണ്ട് ആമ ഹാർഡ് വർക്ക് ഉപയോഗിച്ച് 1ാം സ്ഥാനത്തേക്ക് എത്തും. നമ്മൾ ആ കഥ കേട്ടിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പോലെ, മലയാള സിനിമയിൽ മമ്മൂട്ടിയെ പോലെ, അങ്ങനെ ഒരുപാട് നമ്മളുടെ ഇലോൺ മസ്ക് ഒക്കെ പറയുന്നത് ഒരാഴ്ചയിൽ അദ്ദേഹം 120 മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടിം കുക്കൊക്കെ പറയുന്ന അദ്ദേഹം പാതിരാത്രിയിൽ പോലും പല ഇമെയിലുകൾക്ക് മറുപടി അയക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ തന്നെ ഹാർഡ് വർക്കിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പറയും, പ്രാക്ടീസ് ദി ഹാർഡ് വർക്ക് ഇൻ ഫുൾ സ്വിംഗ്, ബ്രിങ് ഔട്ട് യുവർ ഇൻബോൺ കറേജ് ആൻഡ് ടാലൻറ്റ്, നോ ഡൗട്ട് യു വിൽ ബി ദി കിങ് ഓഫ് കിങ്സ് എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. നമ്മൾ രാജാക്കന്മാരുടെ രാജാവായി തീരും ഹാർഡ് വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. എത്ര മനോഹരമാണ് ഹാർഡ് വർക്കിനെ പറ്റിയുള്ള വാചകം നോക്കി നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് ഒരെണ്ണം അഡീഷണൽ ആണ്, 4-നപ്പുറത്തേക്ക് 5ാമത്തെ ഒന്നുകൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഡിഫിക്കൽട്ട് റോഡ്സ് ഓൾവേസ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയും. ഡിഫിക്കൽട്ട് റോഡ്സ് ഓൾവേസ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. നമുക്കറിയാം പല വഴികളും ഇങ്ങനെ പുളഞ്ഞു പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് അത്രയും മനോഹരമായിരിക്കും എന്നുള്ളതാണ്. സിഗ് സിഗ്ലർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓഥറാണ്, അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കറാണ് അത് പറഞ്ഞു വെച്ചത് അല്ല. ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് റോഡ്സ് ഓൾവേസ് ലീഡ്സ് ടു പോസിറ്റീവ് ഡെസ്റ്റിനേഷൻ ഓർ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. വഴികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നും. നമ്മുടെ നാൾ വഴികളൊക്കെ പഠന കാലഘട്ടത്തിലും പരിശീലന കാലഘട്ടത്തിലും ഒക്കെ, അത് എല്ലാ മേഖലയിലും, ഒരു മേഖലയിലല്ല, കായിക മേഖലയിലാണെങ്കിലും അക്കാദമിക മേഖലയിലാണെങ്കിലും മറ്റ് പ്രൊഫഷണൽ മേഖലയിലാണെങ്കിലും തുടക്കത്തിലെ ഇത്തരം നമ്മളുടെ പരിശീലനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണ്, ഭയങ്കര ഡിഫിക്കൽട്ട് റോഡ്സ് പോലെയാണ്. പക്ഷെ നമ്മൾ മനോഹരമായ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവർ, ഏറ്റവും മനോഹരമായ ഇടങ്ങളിലേക്ക് എൻ്റെ കൂട്ടുകാർ എത്തിച്ചേരട്ടെ. അതിനുവേണ്ടിയാണ് ഈ ഒരു വർത്തമാനം പ്രിയപ്പെട്ടവർക്കായി പങ്കുവെച്ചത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച മനോഹരമായ വരികളാണ്. പ്രിയപ്പെട്ടവർക്ക്, പ്രിയ കൂട്ടുകാർക്ക് അത് ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വർത്തമാനവുമായി മറ്റു വിശേഷവുമായി നമുക്ക് VC ടോക്സിലൂടെ വീണ്ടും കാണാം. താങ്ക്